ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആവറേജ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആവറേജ്. അപ്പോൾ ഞാനിവിടെ ഒരു പാറ്റേൺ എഴുതാം, അല്ലെങ്കിൽ ഒരു സീക്വൻസ് എഴുതാം നമ്പേഴ്സിൻ്റെ. 2, 8, 10, 12. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സീക്വൻസ്. അപ്പോൾ ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? സമ്മാണ്. അപ്പോൾ ആദ്യം ഇതിലെ സം എടുക്കുക, ഈ നമ്പേഴ്സിൻ്റെ സം എടുക്കുക. 2ഉം 8ഉം 10ഉം 12ഉം. ഓക്കെ, 2 + 8 + 10 + 12. ഓക്കെ, ഇതിൻ്റെ സം എത്രയാണ്? 32, 32 അല്ലേ? അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 23 എന്നാണ്. അപ്പോൾ ഇതാണ് ഈ നമ്പേഴ്സിൻ്റെ. ഏത് നമ്പേഴ്സ് എന്നാലും ഇപ്പോൾ 2 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക. അതിനുശേഷം 2 നമ്പേഴ്സാണല്ലോ ഉള്ളത്, അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 നമ്പേഴ്സ് ആണെങ്കിൽ ആ 3 നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേറൊരു സീക്വൻസ് കൂടെ നോക്കാം. ഓക്കെ, 35, 17, 14, 10, 8, 9 and 12. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ നമ്പേഴ്സിൻ്റെ സമ്മ് കാണണം. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്നത് നമുക്കറിയാം ആവറേജ് ഡിവൈഡ് ബൈ നമ്പറാണ് സമ്മ് കാണാനുള്ള ഇക്വേഷൻ. ആദ്യം നമുക്ക് ഇതിൻ്റെ സമ്മ് കാണണം. സമ്മ് കാണുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 105 എന്നാണ്, 105. അപ്പോൾ ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഈ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന്. ഇതിൽ 7 നമ്പേഴ്സാണുള്ളത്, 7 നമ്പർ കൊണ്ട്, അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 15 അഥവാ 15 എന്നാണ്. ഓക്കെ, അപ്പോൾ എത്ര നമ്പേഴ്സ് ആയിക്കോട്ടെ ആ നമ്പറിനെ ആദ്യം സമ്മാണ് കാണേണ്ടത്. ആ നമ്പേഴ്സിൻ്റെ സമ്മ് കാണുക. അതിനുശേഷം മാത്രം ആ നമ്പേഴ്സിൻ്റെ എണ്ണം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏത് സംഖ്യകളുടെയും ആവറേജ്, അതായത് മലയാളത്തിലെ ശരാശരി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. 20, 15, 13, 11, 8 and 4. 20, 15, 13, 11, 8, 4 എന്ന ഈ നമ്പേഴ്സിൻ്റെ ആവറേജ് അഥവാ ശരാശരിയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചതിന് ശേഷം അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ.